everyone, welcome to Franklin Structures. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് മേ ബി നിങ്ങൾ തിയറി പാർട്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെറിവേഷൻ പോലും നന്നായിട്ട് ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ ന്യൂമറിക്കലിലേക്ക് പോകുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു കേസ് ചിലപ്പം പലരിലും ഉണ്ടായിരിക്കില്ല. അപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മിക്കവരിലും ന്യൂമറിക്കൽസ് വരുമ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് കാണാറില്ല, അല്ലെങ്കിൽ ചിലപ്പം തെറ്റിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ആ കേസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആൻസേഴ്സ് ചെയ്ത് നോക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോ അങ്ങനെ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെയ്തു നോക്കട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ലേറ്റ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാട്ടോ. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഏറ്റവും ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷനിൽ തന്നെ പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 coulomb ഓഫ് ചാർജ്. അതിൽ നമുക്ക് ഇലക്ട്രോണിന്റെ ചാർജ് തന്നിട്ടുണ്ട് 1.6 × 10⁻⁻19 കൂളം. ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്, 1 coulomb ഓഫ് ചാർജ് എത്ര ഇലക്ട്രോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 coulomb ഓഫ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഇത് ഇങ്ങനെ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വരുന്നതാണ്? ഇത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ള ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചാർജസ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജസ് ഇൻറ്റു ചാർജ് ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രോണിന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സിസ്റ്റം എടുക്കുകയാണ്. ഈ സിസ്റ്റത്തില് ഒരു 1 2 3 4 5 ഓക്കെ, ഒരു 5 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടോട്ടൽ സിസ്റ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 × ഇലക്ട്രോണിന്റെ ചാർജ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. ഏതൊരു സിസ്റ്റം നമ്മൾ എടുത്താലും ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ഇൻറ്റു ചാർജ് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, Q = N × E എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ Q എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ചാർജ് ഓഫ് സിസ്റ്റം, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ആണ് എന്ത്, Q എന്ന് പറയുന്നത്. Then N എന്ന് പറയുന്നത് എന്താണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. നമ്മളോട് ഇവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടത്, ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ത് തന്നിട്ടുണ്ട്, ക്യൂവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1 coulomb ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഹൗ മെനി ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ കാണുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ ചെയ്യാം, Q = N × E ആണെങ്കിൽ N എന്തായിരിക്കും, that will be Q divided by E ആയിരിക്കും. Qയുടെ വാല്യൂ എന്താ പറഞ്ഞത്, 1 ആണ് പറഞ്ഞത് അല്ലേ. 1 divided by 1.6 × 10⁻⁻19. ഓക്കെ, ആൻസർ എന്ത് വരും, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതല്ലേ. എന്തായിരിക്കും വരിക, 0.625 × 10⁻⁻19. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക, 1 coulomb ഓഫ് ചാർജിൽ ഉണ്ടായിരിക്കുക. എത്രയായിരിക്കും, 0.625 × 10⁻⁻19
19 electrons constitute 1 coulomb of charge. Okay, സിമ്പിൾ ആയിട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഒരുപാട് തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ 1 കുളമ്പിന്റെ പകരം വേറെ എന്തെങ്കിലും നമ്പർ ആകാം. അങ്ങനെ ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ക്വസ്റ്റ്യന് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന വാല്യൂസ് കറക്റ്റ് അല്ലേ നോക്കുക. വാല്യൂസ് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമിലർ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. എന്താണ്? ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോകൂളം. -16 മൈക്രോകൂളം ഉള്ള എത്ര -16 മൈക്രോകൂളം നമ്മൾ എടുത്താൽ അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചത്. ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ക്യൂയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? -16 മൈക്രോകൂളം. ദാറ്റ് വിൽ ബി -16 into 10⁻⁻6 കൂളം അല്ലെ? കാരണം മൈക്രോകൂളം, മൈക്രോ എന്ന് പറയുന്നത് എന്താണ്? 10⁻⁻6 ആണ്. ഇനി നമുക്ക് മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാണുന്നത്, n ആണ് അല്ലെങ്കിൽ നമ്പർ ആണ് കാണുന്നത്. സോ നെഗറ്റീവ് സൈനിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ നിങ്ങൾ എന്താ തന്നിട്ടില്ല? നമുക്ക് ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ തന്നിട്ടില്ല. പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജ് നമുക്ക് അറിയായിരിക്കല്ലോ, നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. 1.602 into 10⁻⁻19 ആണ് കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ. പക്ഷെ 1.6 into 10⁻⁻19 is enough. ഓക്കെ, അപ്പൊ ഇതായാലും മതി. ഇനി അടുത്ത നമ്മൾ എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് കാണേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ Q = NE ആണ്. N എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? Q divided by E ആയിരിക്കും. Qയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നല്ലോ, -16 അല്ലെങ്കിൽ മൈനസിന്റെ ആവശ്യമില്ല, നമ്മൾ നമ്പർ ആയതുകൊണ്ട് മൈനസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. -19 ഡിവൈഡ് അല്ല സോറി -6 അല്ല -6 divided by 1.6 into 10⁻⁻19. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ വിൽ ബി 10⁻4. 10⁻4 നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ 10⁻4 ഇലക്ട്രോൺസ് എന്തിലുണ്ടാകും? -16 മൈക്രോകൂളമിൽ 10⁻4 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിലുണ്ടായിരിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് a polythene piece rubbed with a wool is found to have a negative charge of 3 into 10⁻⁻7 coulomb. Estimate the number of electrons transferred and from which to which. Is there a transfer of mass from wool to polythene? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാല്, ഒരു പോളിത്തീൻ ഷീറ്റും ഒരു വൂളും എന്ത് ചെയ്യുന്നുണ്ട്? റബ്ബ് ചെയ്യുന്നുണ്ട്. ഒരു വൂളും ഒരു പോളിത്തീൻ ഷീറ്റും റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? 3 into 10⁻⁻7 ചാർജ് എന്തിന് കിട്ടി? വൂളിന് കിട്ടി. ഓക്കെ, അതായത് ഒരു പോളിത്തീൻ ഷീറ്റ്, ഒരു പോളിത്തീൻ അല്ലെങ്കിൽ ക്ലോത്ത് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് എന്ത് ചെയ്തു? ഒരു വൂളുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ വൂളിന് 3 into 10⁻⁻17 കൂളം ചാർജ് ആയിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, അത് ന്യൂട്രൽ ആയിട്ടുണ്ടായിരുന്ന വൂളിന് ഒരു ചാർജർ ആയിട്ടുള്ള വൂളായിട്ട് അത് മാറി. ഈ ഒരു സമയത്ത് എത്രത്തോളം ഇലക്ട്രോൺസ് ഈ പോളിത്തീൻ ഷീറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ എത്ര ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, എന്തിൽ നിന്ന് എന്തിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയത്, ഇതാണ് നമ്മളോട് ഫസ്റ്റ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എത്ര ഇലക്ട്രോൺസ് ആണ് നമ്മളെ പോളിത്തീൻ ഷീറ്റിൽ നിന്ന് വൂളിലേക്കോ അല്ലെങ്കിൽ വൂളിൽ നിന്ന് പോളിത്തീൻ ഷീറ്റിലേക്കാണോ എങ്ങനെ ട്രാൻസ്ഫർ നടന്നതെന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ആയെന്നുള്ള കാര്യം ചെയ്ത് നോക്കാലോ. സിമ്പിൾ അല്ലേ? ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അല്ലെ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? Q = 3 into 10⁻⁻17 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 10⁻⁻19 കൂളം ആണ്. Q = NE ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് എന്തിന്റെ വാല്യൂ ആണ്? N ആണ്. ദാറ്റ് ഈസ് Q divided by E. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കേട്ടോ. അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഇപ്പോ? 3 into 10⁻⁻7 divided by 1.6 into 10⁻⁻19. ആൻസർ എന്തായിരിക്കും വരുന്നടാ? ആൻസർ വരുന്നത് 1.875 into 10⁻⁻
12. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു പ്രോസസ്സിൽ ഷെയർ ചെയ്ത് ലൈക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യന് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയത്? ഓക്കെ, സിമ്പിൾ ആയിട്ട് ഏതിനാണ് ചാർജ് കിട്ടിയത്? വൂളാണ് ചാർജ്ഡ് ആയെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏതിനായിരിക്കും ചാർജ് ഉണ്ടായിരിക്കുന്നില്ലേ? ഓക്കെ, ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം to ഓക്കെ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി എന്തായിരുന്നു? ബി വായിച്ചു നോക്കിയേ. ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? ഒരു മാസിന്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോന്നാ ചോദിച്ചത്. മാസിന്റെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മാസിന്റെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ലേ? മാസ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്? ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് മാസസ് അല്ലെങ്കിൽ ഈ ഇത്രയും ഇലക്ട്രോൺസിന്റെ മാസും എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഷെയർ ആകുന്ന വാല്യൂ അല്ലെങ്കിൽ ആ ഒരു മാസ് എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യാറില്ല അല്ലെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ യെസ്, മാസ് ട്രാൻസ്ഫർ ഉണ്ട്. but only negligible amount of mass is transferred. അത് എത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. മാസ് ഈസ് ട്രാൻസ്ഫേർഡ് എത്രയായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ് ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം. മാസ് ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു 9.11 into 10⁻⁻31 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്? മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്ഫേർഡ് മാസ് എത്രയായിരിക്കും? അപ്പോ ട്രാൻസ്ഫേർഡ് മാസ് ഈക്വൽ ടു 9.11 into 10⁻⁻31. എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി നമ്മൾ പറഞ്ഞത്? 1.875 into 10⁻12 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ആയ മാസ് എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഇറ്റ് ഈസ് 1.708 into 10⁻⁻18 കിലോഗ്രാം. കണ്ടോ, ഇത്രയും ചെറിയ എമൗണ്ട് ഓഫ് മാസ് മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. മാസ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ കൂടെ അതെന്താണ്? ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി സിമ്പിൾ ആയിട്ട് എഴുതാലോ. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്തത്? Q ഈക്വൽ ടു n into E നെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തത്. ഓക്കെ, അപ്പൊ n കാണാനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. അതായത് ട്രാൻസ്ഫർ ആയ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസോ ചെയ്യാൻ പറഞ്ഞാൽ അവിടെയുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജിന് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 1.6 into 10⁻⁻19 കൂളം ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാം. ഈ ഒരു വാല്യൂ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കട്ടെ എപ്പോഴും. ഇലക്ട്രോണിന്റെ വാല്യൂ ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തിടാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ നിങ്ങൾക്ക് തരണം എന്നില്ല. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത നോക്കിക്കോ. അടുത്ത എന്താ പറഞ്ഞിട്ടില്ലേ? ക്വസ്റ്റ്യൻ നോക്കിക്കോ. Give the equation for electric flux through the given surface even when the angle between electric field and area is 45 degree. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് നമ്മളോട് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ വന്നിട്ടുള്ളത്? ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗിവൻ സർഫേസ് വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ ഈസ് 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കാണാറ്? phi ഈക്വൽ ടു നമ്മളെ ഗോസസ് തിയറം, ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഇ ഡോട്ട് എസ് അല്ലെ? ഇന്റഗ്രൽ ഇ ഡോട്ട് എസ് നമ്മളിപ്പോ എടുക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺസിഡറേഷൻസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡി എസ് നമുക്ക് സിംപ്ലി ഇ ഡോട്ട് എസ് എന്ന് എഴുതാം. ഓക്കെ, ഇ ഡോട്ട് എസ് എന്ന് എഴുതി. ഇനി ഈ ഇ ഡോട്ട് എസ് എന്താണ്? phi ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ ആണ് അല്ലെ? ഇനി ഇവിടെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു
45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആണെങ്കിൽ ഫൈ എന്തായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു ES cos 45. cos 45ന്റെ വാല്യൂ എന്താടാ? cos 45 ഈക്വൽ ടു 1/√2 അല്ലേ? 1/√2 ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? ഫൈ വിൽ ബി ഈക്വൽ ടു ES ഡിവൈഡഡ് ബൈ √2. ഓക്കെ, അപ്പോ നമ്മളൊരു ഇലക്ട്രിക് ഫ്ലക്സ് കൺസിഡർ ചെയ്യുകയാണ്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെയും അതേപോലെ തന്നെ ഏരിയന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അവിടുത്തെ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ES ഡിവൈഡഡ് ബൈ √2. ഇത് ജസ്റ്റ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ന്യൂമറിക്കൽ ലൈക്ക് നമുക്ക് വാല്യൂസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്തതാണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ സിസ്റ്റം ഹാസ് 2 ചാർജസ് 2.5 into 10 raised to minus 7 coulomb minus 2.5 into 10 raised to minus coulomb located at points 0, 0, minus 15 centimeter, 0, 0, plus 15 centimeter respectively. Determine the magnitude and direction of electric dipole moment of the system. Simple ആണ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യന് ബേസ് ചെയ്ത് വരുന്ന ഫിഗർ ഒന്ന് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മള് XYZ ആക്സിസസ് വരയ്ക്കുകയാണ്. ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ആക്ച്വലി, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ XYZ ആക്സിസസ് വരയ്ക്കുകയാണ്. ഇതിൽ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്ന മുന്നേ ഇത് നമ്മൾ ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്, ഇത് Z ആക്സിസ് ആണ്. ഓക്കെ, ഇവിടെ ഏത് പോയിന്റിലാണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ് ഇരിക്കുന്നത്? ചാർജസ് ഇരിക്കുന്ന പോയിന്റ്സ് നോക്കിയേ 0, 0, minus 15 എന്ന് പറയുന്ന പോയിന്റ്. അതായത് എക്സിന്റെ വാല്യൂ 0 ആണ്, വൈന്റെ വാല്യൂ 0 ആണ്, സെഡിന്റെ വാല്യൂ -15 ആണ്. അപ്പൊ ഈ പോയിന്റ് അല്ലേ വരിക? Z0 അല്ല X0, Y0, സെഡിന് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് എവിടെയായിരിക്കും? Z ആക്സിസിലായിരിക്കും. അപ്പൊ Z ആക്സിസിലുള്ള പോയിന്റ് എന്താണ്? -15 ആണ്. ഇവിടെ -15, 0, 0, -15 ആണ് പോയിന്റ്. അവിടെയുള്ള വാല്യൂ എന്താണ്? ലൈക്ക് ചാർജ് ഏതാണ്? 2.5 into 10 raised to minus 7 coulomb. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ അവിടെ എന്താണ്? 0, 0, plus 15 centimeter. അതായത് ചാർജ് എവിടെയാണ് ഇരിക്കുന്നത്? X ആക്സിസിന്റെ വാല്യൂ 0, Y ആക്സിസിന്റെ വാല്യൂ 0, Z ആക്സിസിന്റെ വാല്യൂ 15. അപ്പൊ ഇവിടെ ആയിരിക്കും Z ആക്സിസിൽ ഒരു വാല്യൂ ഒരു പോയിന്റിലായിരിക്കും 0, 0, 15. ഓക്കെ, അവിടെയുള്ള ചാർജിന്റെ വാല്യൂ എത്രയാണ്? സെയിം, -2.5 into 10 raised to minus 7 coulomb. ഇനി നോക്കിയേ, ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? ഇവിടെ നമ്മൾ ഈ വരച്ച ഈ സിസ്റ്റം എന്താണ്? ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ സിസ്റ്റത്തിന് നമ്മൾ ഒരു പേര് പറയും. എന്തായിരുന്നു ആ പേരെന്ന് ആലോചിച്ച് നോക്കിയേ. ഡൈപോൾ ആണ് അല്ലെ? ഇതൊരു ഡൈപോൾ ആണ്. എന്താണ്? ഡൈപോൾ ആണ്. ഡൈപോൾ ആണ്. നമ്മളോട് എന്തൊക്കെയാ കാണാൻ പറ്റുള്ളത്? ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, എന്തൊക്കെയാ നമ്മൾ കാണേണ്ടത്? മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. സിമ്പിൾ ആണല്ലോ. ഡൈപോൾ മൊമെന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡൈപോൾ മൊമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യല് സ്മോൾ ലെറ്റർ P എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ട് അല്ലെ, സോറി ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് Q into 2A ആണ് അല്ലെ? ഇനി ഇവിടെ സിമ്പിൾ അല്ലേ? എയുടെ വാല്യൂ എന്താണ്? ഈ ഇക്വേഷൻ നോക്കിയിട്ട് എയുടെ വാല്യൂ എന്ന് പറഞ്ഞേ. എയുടെ വാല്യൂ എന്ന് പറയുന്നത് -15 സെന്റിമീറ്റർ ആണ്. കാരണം എന്താണ്? ഈ ഒരു ഡൈപോള് കറക്റ്റ് ഇതിന്റെ മിഡിൽ പോർഷൻ വരുന്നത് ഈ ഒരു
സെഡ് ആക്സിസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനിലാണ് അല്ലെ. അവിടെ നിന്ന് 15 സെന്റിമീറ്റർ ഇപ്പുറത്തേക്ക് പോസിറ്റീവ് ചാർജോ 15 സെന്റിമീറ്റർ ഇപ്പുറത്തേക്ക് നെഗറ്റീവ് ചാർജും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. ദിസ് ഇസ് എ. ഇതാണ് എ. ഇവിടെ വരുന്ന എ ആൻഡ് ഇവിടെ എ. ഇനി നമുക്ക് ചെയ്യാലോ. ക്യൂയുടെ വാല്യൂ നമുക്കറിയാം. ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 2.5 ഇൻറ്റു ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് ആദ്യം എഴുതി വെക്കാം. ക്യൂയുടെ വാല്യൂ എന്താണ്? 2.5 അല്ലേ? 2.5 ഇൻറ്റു 10⁻⁻⁷. ഇനി എയുടെ വാല്യൂ എന്താണ്? 15 സെന്റിമീറ്റർ അല്ലേ? 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് പി എന്തായിരിക്കും? 2.5 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 15. ഓക്കെ. 15 മാത്രം പോരാ, 2 ഇവിടെ ഉണ്ട്. 2a ആണ്. സോ 2 ഇൻറ്റു 15 ഇൻറ്റു 10⁻⁻3. ഓക്കെ. ആൻസർ എന്തായിരിക്കും? 7.5 ഇൻറ്റു 10⁻⁻11 കൂളം പെർ മീറ്റർ ആയിരിക്കും. കൂളം മീറ്റർ. ഓക്കെ. ചെയ്തു നോക്കട്ടെ എല്ലാവരും. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് എല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ. വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ളത്. എന്താണ് അപ്പൊ വാല്യൂ കിട്ടിയത്? P = 7.5 ഇൻറ്റു 10⁻⁻11 കൂളം മീറ്റർ ആണ് കിട്ടിയത്. ഇത് സെന്റിമീറ്റർ അല്ല കേട്ടോ, അത് കൂളം മീറ്റർ ആണ്. രണ്ടും വേറെ വേറെയാണ്. കൂളം മീറ്റർ. ഓക്കെ. ഇനി ഡയറക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്ഷൻ അപ്പൊ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്തുണ്ടാവല്? ഇലക്ട്രോൺ. 2.5 ഇൻറ്റു 10⁻⁻7 2.5 ഇൻറ്റു 10⁻⁷. ഓക്കെ. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ഡയറക്റ്റ് ചെയ്യുക? ഡൈപോൾ മൊമെന്റ് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലായിരിക്കും? നെഗറ്റീവ് Z ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അപ്പൊ അതും കൂടെ എഴുതി വെക്കുക. എന്താണ്? ഡൈപോൾ മൊമെന്റ് ഡയറക്റ്റഡ് ഫ്രം negative charge to positive charge. Positive charge. So here negative charge on 0, 0, 15 and positive charge is on 0, 0, -15. Then എങ്ങനെയായിരിക്കും? Then dipole moment is directed towards അല്ലെങ്കിൽ directed in the negative Z direction. നെഗറ്റീവ് Z ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ഈ ഒരു പറഞ്ഞ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നെഗറ്റീവ് ഓർ അലോങ് നെഗറ്റീവ് Z ആക്സിസ്. നെഗറ്റീവ് Z ആക്സിസ് എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് Z ഡയറക്ഷൻ എന്നോ പറയാം. ഓക്കെ. അപ്പൊ അത് പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിയേ. 2 ions carrying equal charges repel with a force 1.48 into 10⁻⁸ Newton. When they are separated by a distance 5 into 10⁻⁻10 meter, how many electrons have been removed from each ion? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ions ഉണ്ട്. 2 ionsഉം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട് with a force 1.48 into 10⁻⁸ Newton. എപ്പോഴാണ് റിപ്പൽ ചെയ്യുന്നത്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 into 10⁻⁻10 മീറ്റർ ആവുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈമില് എത്ര ഇലക്ട്രോൺസ് ആണ് റിമൂവ് ആവുന്നത് ഓരോ അയോൺസിൽ നിന്നും? സിമ്പിൾ ആയിട്ട് കാണാവുന്നേ. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണല്ലോ, ഇതെന്താണ് ഈ പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിലൊക്കെ ഇത് കാണാന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ
രണ്ട് അയോൺസ് ഉണ്ട്, അതിന് ഈക്വൽ ചാർജസ് ആണ്, അതായത് രണ്ടിനായി ചാർജ് Q1 ആണെന്ന് വിചാരിച്ചോ. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 × 10⁻⁻10 മീറ്റർ ആണ്. ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, റിപ്പൾഷൻ ഫോഴ്സ് ഉണ്ട്. ആ റിപ്പൾഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ആ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.48 × 10⁻10⁻8 ന്യൂട്ടൺ ആണ്. ഓക്കെ, രണ്ട് അയോൺസ്, ഈ അയോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. ഇത് ലൈക്ക് നമ്മൾ ആദ്യം ഇതിനെ അടുത്തടുത്ത് കൊണ്ടുവന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇത് റിപ്പൽ ചെയ്യാൻ തുടങ്ങുന്നു. ഈ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ റിപ്പൽഷൻ ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എങ്ങനെയായിരിക്കും കാണാം? ആർക്കെങ്കിലും അറിയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ Q = N × E ആണ്. N = Q/E. ദെൻ നമ്മൾ എങ്ങനെ ക്യൂയിലേക്ക് എത്തും? ക്യൂവിന്റെ വാല്യൂ നമുക്കറിയില്ലല്ലോ. ചാർജ് ഈക്വൽ ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ചാർജിന്റെ വാല്യൂ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എങ്ങനെ ചാർജിലേക്ക് എത്താം? അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം ചാർജ് കാണാൻ വേണ്ടിയിട്ട്? നമുക്ക് കുളുംസ് ലോ അപ്ലൈ ചെയ്യാം. നമുക്കറിയാലോ, ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? കുളുംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാലോ, അക്കോർഡിംഗ് ടു കുളുംസ് ലോ F = 1/4πε0 Q1 Q2 / R² ആണ്. ഇവിടെ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? Q1 ഉം Q2 ഉം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ Q എന്ന് എടുക്കുന്നു. ഓക്കെ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സിന്റെ വാല്യൂ തന്നിട്ടില്ലേ? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? 1.48 × 10⁻⁻8 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. അവർ തമ്മിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടില്ലേ? R തന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻⁻10 മീറ്റർ. നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? ഈ പറഞ്ഞിട്ടുള്ള Qയുടെ വാല്യൂ മാത്രം കണ്ടാൽ മതി. അപ്പൊ F = 1/4πε0 Q1 Q2 നമ്മൾ എന്തെന്ന് എടുക്കുന്നു? രണ്ടും Q ആയതുകൊണ്ട് Q² / R². നമുക്ക് കാണേണ്ടത് എന്താണ്? Q² ആണല്ലേ. അപ്പൊ Q² വാല്യൂ നമുക്ക് എങ്ങനെ കാണാം? ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി F × പിന്നെ Q² അല്ലേ കാണേണ്ടത്. സോ F × 4πε0 R² അല്ലേ. ഓക്കെ, വാല്യൂ എന്ത് വരും? എന്തായിരിക്കും വരുന്നത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഓക്കെ നമുക്ക് R². ഓക്കെ, വാല്യൂ വരുന്നത് എന്തായിരിക്കും? ചെയ്ത് നോക്കിയാല് അറിയോ? ഒന്ന് നോക്കിയേ. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവേ. ഇതില്ലേ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞിട്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്യാം, ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഈ 1/4πε0യുടെ വാല്യൂ നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും. 1/4πε0യുടെ വാല്യൂ എന്താണ് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. 1/4πε0യുടെ വാല്യൂ കാണാതെ പഠിച്ചിട്ട് അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 4πയുടെ വാല്യൂ അറിയാം, പിന്നെ ε0യുടെ വാല്യൂ അറിയാം. ε0യുടെ വാല്യൂ എന്താണ്? 8.85 × 10⁻⁻, അല്ലെ, 28. നമുക്ക് അറിയാവുന്ന കേസാണ്. അങ്ങനെ നിങ്ങൾക്ക് ε0യുടെ വാല്യൂവും ഇതിന്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തു വന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി എന്താ നമുക്ക് കാണാനുള്ളത്? Q² അല്ലേ. Q² = F × 4πε0 R². ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? Q²ന്റെ വാല്യൂ അല്ലെങ്കിൽ Qയുടെ വാല്യൂ എന്തായിരിക്കും കിട്ടുക? √F ന്റെ വാല്യൂ നമുക്കറിയാലോ, എന്താണ്? 1.48 × 10⁻⁻8. പിന്നെ 4πε0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. R²ന്റെ വാല്യൂ എന്താണ്? 5 × 10⁻⁻10. മതിയോ? പോരാ, അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും കിട്ടുക? എല്ലാവരും ചെയ്ത് നോക്കിയാണോ കേട്ടോ ഫൈനൽ ആൻസർ എന്തായിരിക്കും കിട്ടാതെ. എന്നിട്ട് ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 6.4 × 10⁻⁻19 കുളം ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതാണോ കിട്ടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ചുമ്മാ നിങ്ങൾ ഓക്കെ ഇതായിരിക്കും എന്നുള്ളതിൽ എഴുതി മാത്രം പോയത്. ഓരോ ആൻസേഴ്സും കറക്റ്റ് അല്ലേ നോക്കുക. ഇത് മാത്രം മതിയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചാർജ് കിട്ടി, ചാർജിന്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ്
6.4 into 10 raised to minus 19 കൂളം എന്ന് കിട്ടി. ഇപ്പൊ ഇത് മാത്രം മതിയോ? നമ്മളോട് ഇതാണോ കാണാൻ പറഞ്ഞത്? ചാർജ് ആണോ കാണാൻ പറഞ്ഞിട്ടുള്ളത്? വായിച്ചു നോക്കിയേ. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി ഇലക്ട്രോൺസ് ഹാവ് ബീൻ റിമൂവ്ഡ് ഫ്രം ഈച്ച് അയൺ. എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? Q ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യേണ്ടത് Q ഈക്വൽ ടു N ഇൻറ്റു ഇ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ കാണുന്നത് എന്താണ്? N ആണ്. ദാറ്റ് ഇസ് Q ഡിവൈഡഡ് ബൈ ഇ ആണ്. ആൻസർ എന്ത് വരും? Qയുടെ വാല്യൂ 6.4 into 10 raised to minus 19. ഇയുടെ വാല്യൂ എന്താണ്? 1.6 into 10 raised to minus 19. ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ വരിക 4 ആയിരിക്കും. 4 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു റിപ്പൾഷൻ നടക്കുന്ന സമയത്ത് റിമൂവ് ആവുന്നത്. മനസ്സിലായോ? 2 ഇലക്ട്രോൺസ് ഈക്വൽ ചാർജസ് ഉള്ള 2 ഇലക്ട്രോൺസ് 5.5 into 10 raised to minus 10 മീറ്ററിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ട്രാൻസ്ഫർ ആവുന്ന അല്ലെങ്കിൽ റിമൂവ് ആവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു 4. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? 2 point charges Q1 Q2 of the magnitude 10 raised to 8 and minus 10 raised to 8. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. 10 raised to 8 കാണുന്നില്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. 10 raised to 8 and minus 10 raised to 8 രണ്ട് ചാർജസ് ഉണ്ട്. 10 raised to 8 ഉം minus 10 raised to 8 ഉം രണ്ട് ചാർജസ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 0.1 മീറ്റർ അപ്പാർട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ്സ് A, B and C as shown in the figure. ഇവിടെ ഉള്ള 3 പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. A എന്ന് പറയുന്ന ഈ പോയിന്റ്, B എന്ന് പറയുന്ന ഈ പോയിന്റ്, C എന്ന് പറയുന്ന ഈ പോയിന്റ്. ഈ 3 പോയിന്റ്സിലുള്ള എന്തൊക്കെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഏത് മാർക്ക് ചെയ്തിട്ടുണ്ട്? B മാർക്ക് ചെയ്തിട്ടുണ്ട്, C മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെ കാണും? ഇപ്പൊ നിങ്ങൾക്കൊരു എന്ത് തോന്നും? ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇത് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഒരു പോയിന്റ് അല്ലേ? ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് അല്ലേ? നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാലോ എന്ന്. പക്ഷെ അത് തെറ്റാണ് കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് എവിടെയാണ്? ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് A എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. അപ്പൊ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ഈ ഒരു ചാർജ്, അതായത് Q1 എന്ന് പറയുന്ന ചാർജ്, Q1ന്റെ ചാർജ് എത്രയാണ്? 10 raised to minus 8. Q2 minus 10 raised to minus 8. ഓക്കെ, അപ്പൊ Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ഇവിടെ എന്താ പറയാ 10 raised to പ്ലസ് പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ നോക്കിയേ, പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലെ? E പ്ലസ്. ഓക്കെ, ഇനി നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡോ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും വരിക. ടുവാർഡ്സ് Q2 സെയിം ഡയറക്ഷനിൽ തന്നെ വരിക. E മൈനസ്. ഓക്കെ, രണ്ടും സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും വരിക അല്ലെ? അപ്പോ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ എടുക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1. Q1ന്റെ വാല്യൂ 10 raised to 8 കൂളം. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A ഡ്യൂ ടു Q1 അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? EA1 എന്ന് എടുക്കാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A ഡ്യൂ ടു 1 അല്ലെ? അപ്പൊ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് A ഡ്യൂ ടു Q1 ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കാണാം? എന്ത് ഇക്വേഷൻ യൂസ് ചെയ്ത് കാണാം? നമ്മുടെ 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 പിന്നെ Q ഡിവൈഡഡ് ബൈ എന്തെന്ന് കാണാം? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 0.05 മീറ്റർ. ഇതിന്റെ വാല്യൂ എല്ലാ വാല്യൂസ് ഉണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ആൻസർ വരിക 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0. Qയുടെ വാല്യൂ അല്ലെങ്കിൽ Q1 ഡിവൈഡഡ് ബൈ R സ്ക്വയറിന്റെ വാല്യൂ 0.05
ഹോൾ സ്ക്വയർ. ഓക്കെ, Q1ന്റെ പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, 10⁸ എന്ന് കൊടുക്കാം. എന്നിട്ട് Q1 ഈക്വൽ ടു 10⁸ ആണ്. പിന്നെ ഇവിടുത്തെ ആറിന്റെ വാല്യൂ എന്താണ്, 0.05 മീറ്റർ. ഫൈനൽ ആൻസർ എന്ത് വരും, വിൽ ബി 3.6 into 10⁴ ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ ന്യൂട്ടൺ പെർ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് നമ്മളിപ്പോ ഫസ്റ്റ് വൺ കണ്ടു. ഇനി അടുത്തതോ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 മാത്രം കാരണമാണോ എന്തുണ്ടാവുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്? അല്ല, Q2 കാരണം ഉണ്ടാകുന്നുണ്ട്. Q2 എന്താണ്, 10⁻⁻8 കൂളം മൈനസ് 10⁻⁻8 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ Q2യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. Q2 എത്രയാണ്, Q2 ഈക്വൽ ടു -10⁻⁸ കൂളം അല്ലെ. ഓക്കെ, പിന്നെ ആറിന്റെ വാല്യൂ സെയിം തന്നെയല്ലേ, 0.05 മീറ്റർ തന്നെ. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എന്തെന്നെ ആയിരിക്കും വരിക, ഇതന്നെ ആയിരിക്കും വരിക. ഈ A2 ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് Q2 കാരണം ഉണ്ടാവുന്നത് സെയിം വാല്യൂ തന്നെ ആയിരിക്കും, 3.6 into 10⁻⁻4 ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, പക്ഷെ ഇതിന്റെ വാല്യൂ മൈനസ് ആയിരിക്കും. ഇനി നോക്കിയേ, ഇത് രണ്ടും എന്താണ്, സെയിം ഡയറക്ഷനിലേക്കല്ലേ വരുന്നത്. നോക്കിയേ, Q1 കാരണം ഉണ്ടാകുന്നതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, Q2 കാരണം ഉണ്ടാകുന്ന ഡയറക്ഷനും ഇങ്ങോട്ട്. കാരണം പ്ലസ് ചാർജസ് കാരണം ഉണ്ടാകുന്നത് ഔട്ട്വേർഡ്സ് ആയിരിക്കും, എന്താണ് മൈനസ് ചാർജ് കാരണം ഉണ്ടാകുന്നത് ടുവാർഡ്സ് ആയിരിക്കും. രണ്ടും ഒരു ഡയറക്ഷനിലല്ലേ. അതെ, അപ്പൊ എന്തായിരിക്കും വരിക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും വരിക. ബോത്ത് A1 and A2 are towards right. So total electric field at A, അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, EA എന്ന് ഡിനോട്ട് ചെയ്യാം, which will be equal to EA1 plus EA2. ഓക്കെ, വാല്യൂ എന്തായിരിക്കും, 7.2 into 10⁴ ന്യൂട്ടൺ പെർ കൂളം. ഇതായിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തതോ, എന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി കാണാലോ. ബി എവിടെയാണ്, അപ്പൊ ബി കാരണം ഉണ്ടാകുന്നത് വ്യത്യാസം എന്താ വരിക, ബി കാരണം Q1 ഉണ്ടാകുന്നത് ഇങ്ങോട്ട്, ഇനി Q2 ഉണ്ടാകുന്നതോ ഇങ്ങോട്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, രണ്ടിന്റെയും എന്തും വ്യത്യാസമുണ്ട്, ഈ പറയുന്നുള്ള ഡിസ്റ്റൻസും വ്യത്യാസമുണ്ട്. Q1ന്റെ ഡിസ്റ്റൻസ് ഇത്ര മാത്രമേ ഉള്ളൂ, 0.05. Q2ന്റെ ഡിസ്റ്റൻസ് ഇത്രയുണ്ട്, എന്താണ് 1. ഈ ഒരു 0.1ഉം പിന്നെ ഒരു 0.05ഉം കൂടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള കാരണം, ഇവിടെ നമ്മൾ ആക്സിയൽ ലൈൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആക്സിയൽ ലൈൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ് P/4πε0 r³ 2p ഡിവൈഡഡ് ബൈ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൂടെയെന്ന്. പക്ഷെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത് ഒരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് r ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ a എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ ഉണ്ടാകുന്ന r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ a എന്ന് പറയുന്ന നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ E ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 r³ എന്ന് പറയുന്നുള്ള ഇക്വേഷനിൽ എത്തിയത്. പക്ഷെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, ഇവിടുത്തെ വാല്യൂ നോക്കിയേ, ഇതാണ് എയുടെ വാല്യൂ, ഇതാണ് ആറിന്റെ വാല്യൂ. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അത് ലൈക്ക് r ഈസ് നോട്ട്, r എന്തല്ല, that is not very much greater than a. ഈ ഒരു കേസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ ഇക്വേഷൻ, അതായത് കുളംസ് ലോ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയാലോ. അടുത്തത് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി. ബി എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് എന്താ നോക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി ഡ്യൂ ടു Q1. Q1 കാരണം ഉള്ളതാണ്. Q1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 10⁸ കൂളം ആണ്. അവിടുത്തെ r എന്താണ്, rന്റെ വാല്യൂ എന്തായിരിക്കും, 0.05 മീറ്റർ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാലോ, ഇതാണ് Q1, ഇതാണ് Q1, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.05 മീറ്റർ.
ആൻസർ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ എഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? 1/4πε0. യുടെ വാല്യൂ എന്താണ്? 10⁸ ഡിവൈഡഡ് ബൈ 0.05 ഹോൾ സ്ക്വയർ. നേരത്തെ കിട്ടിയ വാല്യൂ തന്നെയാണ്. എന്താണ്? 3.2 × 10⁴. ഓക്കെ. ഇനി അടുത്തതിൽ വ്യത്യാസം വരുന്നത് നോക്കിക്കോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി ഡ്യൂ ടു Q2. Q2 കാരണം ഉണ്ടാവുന്ന Q2ന്റെ വാല്യൂ ഒക്കെ സെയിം തന്നെയാണ്. -10⁻⁸ കൂളം. മൈനസ് ഇടാൻ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, മൈനസ്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ആറിന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ആറ് നോക്കിയേ, നേരത്തെ പറഞ്ഞപ്പോ Q2 ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്താണ്? ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് 0.05 പ്ലസ് 0.05 പ്ലസ് 0.05 എന്താണ്? 1.05. 1.05 മീറ്റർ. അപ്പൊ എഫിന്റെ വാല്യൂ എന്ത് വരും? ചെയ്ത് നോക്കട്ടാ. 1.4πε0 10⁻⁸ ഡിവൈഡഡ് ബൈ 1.05 വാല്യൂ എന്തായിരിക്കും വരുന്നത്? It will be 4 × 10⁻⁻3. ഓക്കെ, ഇനി ഇത് അപ്പൊ ടോട്ടൽ എന്തായിരിക്കും? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി എന്തായിരിക്കും വരിക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നോക്കിയേ, ഫിഗർ നോക്കിയേ. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് Q1 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത്, ടുവാർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, Q2 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനോ Q2ന് ടുവാർഡ്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ടുവാർഡ്സ് റൈറ്റ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും മൈനസ് ചെയ്യണം അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 ടുവാർഡ്സ് ലെഫ്റ്റ്. Electric field due to Q2 towards right. Okay. Okay, നമുക്കിത് B1 EB2. EB is equal to EB1 minus EB2 ആയിരിക്കും വരിക. ഓക്കെ, ഫൈനൽ ആൻസർ എന്താണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ അല്ലെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ട് പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ, ഇവിടെയുള്ള പോയിന്റിലുള്ള വാല്യൂ കാണാം. സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള Q1 കാരണം Q2 കാരണം ഇതിന്റെ പിന്നെ എന്തും കാണണം? ടോട്ടലും കാണണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് at C. Electric field at C due to ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്കെ, ഡ്യൂ ടു Q1. ഓക്കെ, Q1ന്റെ വാല്യൂ എന്താണ്? 10⁻⁻8 കൂളം. ആറിന്റെ വാല്യൂ എത്രയാ വരുന്നത്? നോക്കിയേ, തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നോക്കിയേ, ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1 മീറ്റർ ആണ്. ഓക്കെ, 0.1 മീറ്റർ. അപ്പോ R = 0.1 മീറ്റർ. ഇനി ഇതേ വാല്യൂ തന്നെയല്ലേ എന്തിനും വരിക? ഇതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ എന്തിനും വരിക? E2നും വരിക. കാരണം Q2 കാരണമുള്ളതിനും വരിക. കാരണം ഇത് നോക്കിയേ, ഇവിടെ അതേ സെയിം സംഭവം തന്നെയാണ്. ഇവിടെയും സെയിം വാല്യൂ തന്നെയാണ്. എന്താണ്, ആറിന്റെ വാല്യൂ സെയിം ആണ്. അപ്പോ ഇതിന്റെ വാല്യൂ വരുന്നത് C1 = 9 × 10⁻3. അതേപോലെ തന്നെ ആയിരിക്കും എന്തും വരിക? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് C due to. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഇക്വേഷൻ വേണമെങ്കിൽ
പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഈ C1 equal to 1.45 epsilon 0 10⁻⁸ divided by 0.1 whole square. ആൻസർ വരില്ലേ 9 into 10⁻3. ഇതിന്റെ ആൻസർ നമ്മൾ എഴുതിയില്ലല്ലോ. ഇതേ വാല്യൂ തന്നെയാണ് എന്തിനും വരിക, ഇലക്ട്രിക് ഫീൽഡ് at C due to Q2 എന്തായിരിക്കും, ഈ C2 എന്ന് എഴുതാം. അതും 9 into 10⁻3 എന്നായിരിക്കും. ഓക്കെ, പിന്നെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഡയറക്ഷൻ മാറ്റം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ. ഓക്കെ, ഇനി നോക്കിയേ, ഇതിന്റെ രണ്ടിന്റെയും സമ്മ് കാണണം. സം എടുക്കുന്ന സമയത്ത് നേരത്തെ എടുത്ത പോലെയല്ല. നേരത്തെ എടുത്തത് എന്തായിരുന്നു, രണ്ടിന്റെയും നമ്മൾ ആംഗിൾ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇപ്പോ പ്ലസിന്റേത് ഇങ്ങോട്ടായിരുന്നു, മൈനസിന് ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കമ്പോണൻസ് റിസോൾവ് ചെയ്തിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ നമ്മൾ ഡെറിവേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വട്ടോറിയൽ ഇക്വട്ടോറിയൽ ലൈനിലുള്ള നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും, ടോട്ടൽ electric field at C which is equal to EC1 cos, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും, π/3 ആയിരിക്കും. കാരണം എന്താ നോക്കിയേ, കാരണം ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ നോക്കിയേ, ഇതെന്താണ്, ഒരു ഇക്വലന്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഇതിൽ നോക്കിയേ, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്തെടുക്കാം, cos 60 അല്ലെങ്കിൽ cos π/3 എന്ന് എടുക്കാം. പ്ലസ് EC1 cos π/3. ഓക്കെ, വാല്യൂ വരുന്നതായിരിക്കും. cos π/3യുടെ വാല്യൂ എന്താണ്, 1/2 അല്ലേ. 1/2 പ്ലസ് EC2 into 1/2 എന്തായിരിക്കും ആൻസർ വരിക, സെയിം നേരത്തെ നമ്മൾ എടുത്ത 10 into 10⁻3 ന്യൂട്ടൺ ഇതെന്താ വരും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ കുറച്ചെങ്കിലും ഒരു വലിയ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞതിൽ കുറച്ച് ട്രിക്കി ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 2p divided by 4πε0 r³ അല്ലെങ്കിൽ E = p divided by 4πε0 r³ എടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ കൺസിഡറേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് അവിടെ വേറെ കേസ് ആണ്. ഇവിടെ ആ കേസ് നമുക്ക് എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മോൾ സ്ഫിയർ ഓഫ് ചാർജ് 0.4 microcoulomb due to another small sphere of charge 0.8 microcoulomb is in air is 0.2 Newton. ഓക്കെ, രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് സ്ഫിയറിന്റെ ഫിഗർ വരച്ച് കാണിച്ചു തരാം. രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. ഫസ്റ്റിൽ ഒരു സ്ഫിയർ എന്ന് പറയുന്നത് ഫസ്റ്റിലെ സ്ഫിയറിന്റെ ചാർജ് എന്ന് പറയുന്നത് 0.5 microcoulomb ആണ്. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് 0.8 microcoulomb ആണ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എയറിൽ ഇത് രണ്ടും കൂടെ ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 0.2 ന്യൂട്ടൺ ആണ് ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് Q1 ഇത് Q2 എന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് 0.2 ന്യൂട്ടൺ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് കാണാനാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ഫിയേഴ്സ്, എന്താണ് ഈ ഒരു രണ്ട് സ്ഫിയേഴ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്. ഇപ്പൊ നമ്മളോട് ഫസ്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് 0.2 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. രണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എ പോർഷൻ ചെയ്യാം. എ പോർഷൻ എന്താണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ഫിയേഴ്സ്, എന്താണ് ഈ ഒരു രണ്ട് സ്ഫിയേഴ്സിന്റെ ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെ ചെയ്യും. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫോഴ്സ് ഈക്വൽ ടു 0.2 ന്യൂട്ടൺ തന്നിട്ടുണ്ട്.
ചാർജസ് തന്നിട്ടുണ്ട്. Q1 തന്നിട്ടുണ്ട് 0.5 മൈക്രോ കുളം, Q2 തന്നിട്ടുണ്ട് 0.8 മൈക്രോ കുളം. എവിടെയാന്ന് വന്നിട്ടുണ്ട്? എയറിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ സീറോയുടെ വാല്യൂ നമുക്കറിയാം. എല്ലാം നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. നമുക്ക് എന്താ കാണേണ്ടത്? R ആണ് കാണേണ്ടത്. യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? F equal to 1/4 pi epsilon 0 Q1 Q2 divided by R square. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? R square ആണ് കാണാനുള്ളത്. R square എങ്ങനെ കാണാം? 1/4 pi epsilon 0 Q1 Q2 divided by F വെച്ച് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് വെച്ച് കാണാം. എന്തായിരിക്കും ആർ സ്ക്വയറിന്റെ വാല്യൂ വരിക? എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് ആർ സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടും? 1/4 pi epsilon 0. Q1 വാല്യൂ എന്തായിരുന്നു? 0.4 into 10 raised to minus 6. Q2 വാല്യൂ 0.8 into 10 raised to minus 6. പിന്നെ ഇത് തമ്മിലുള്ള ഫോഴ്സ് 0.2. ആൻസർ കിട്ടാൻ നമുക്ക് 0.0144 എന്നായിരിക്കും. ഓക്കെ, ദെൻ ആറിന്റെ വാല്യൂ എന്താണ്? root of 0.0144 that is equal to എന്തായിരിക്കും വരിക? 0.12 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതാണ് എ പോർഷന്റെ വാല്യൂ. ഇനി ബി എന്തായിരിക്കും? നമുക്കറിയാലോ F12 is equal to minus F21. എഫിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫോർ എക്സാമ്പിൾ 2 ഒബ്ജക്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും, അല്ലെങ്കിൽ ഫസ്റ്റ് ചാർജ് രണ്ടാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. അപ്പൊ F21 എന്ത് തന്നെ ആയിരിക്കും? ഫോഴ്സ് exerting on the second due to first is also 0.2 Newton but in opposite direction. Okay, same value, magnitude same ആണ്, direction മാത്രം എന്തായിരിക്കും? different ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനോ, a point charge of 2 microcoulomb is placed at the center of a cubic Gaussian surface of side 0.5 centimeter. What is the net flux through the surface? Simple question. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പോയിന്റ് ചാർജ് 2 മൈക്രോകുളം എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്യൂബിക് ഗോഷ്യൻ സർഫേസിന്റെ സെന്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 0.5 എന്താണ്? സെന്റിമീറ്റർ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നെറ്റ് ഫ്ലക്സിന്റെ വാല്യൂ കാണാനാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കിയാല് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിന്റെ സെന്ററില് ഒരു ചാർജ് ഉണ്ട്. ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 മൈക്രോകുളം. ഇതിന്റെ സെന്റർ അല്ലെങ്കിൽ സൈഡ്സ് 0.5 സെന്റിമീറ്റർ. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, നമുക്ക് എന്താ കാണാനുള്ളത്? ഫ്ലക്സ് കാണാനുള്ളത്. ഫ്ലക്സ്, ഒരു ചാർജ് നമുക്ക് എൻക്ലോസ് ചെയ്ത ചാർജ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഫ്ലക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ നമ്മൾക്ക് ക്യൂബ് ഒക്കെ തന്നു, ക്യൂബിന്റെ വല്ല സൈഡിന്റെ വല്ല ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്യൂബിന്റെ സൈഡ് എന്തിനാ തന്നെ? അതിന്റെ വല്ല കാര്യമുണ്ടോ? ക്യൂബിന്റെ സൈഡ് നമുക്ക് ശരിക്കും ആവശ്യമില്ല കേട്ടാ. നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലൈക്ക് ഇതിലിപ്പോ എന്താ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫ്ലക്സ് ആണ് അല്ലെ? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അക്കോർഡിംഗ് ടു ഗോസസ് ലോ നമുക്ക് ഫ്ലക്സ് കാണാൻ എന്താ ചെയ്യുക? എൻക്ലോസ്ഡ് ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ചെയ്താൽ മതി. എൻക്ലോസ്ഡ് ചാർജിന്റെ വാല്യൂ ഇവർ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 തന്നിട്ടില്ലേ? ഇനി നമുക്ക് എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 10⁻⁻6 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എത്രയാണ്? 0.85 into 10⁻⁻12. ഓക്കെ, ആൻസർ എന്ത് കിട്ടും? 2.26 into 10⁻5 Newton.
ഓക്കെ, ഇതായിരിക്കും വാല്യൂ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ലൈക്ക് ഇതിൽ നോക്കിയ ഒരു അൺനെസസറി ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതിന്റെ ഏരിയ എടുത്തിട്ടൊക്കെ ചെയ്യണോന്ന്, അതിന്റെ കാര്യമൊന്നും ഇല്ല ട്ടാ. ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ട് ഇതിന്റെ പുറകെ പോയി കൺഫ്യൂസ്ഡ് ആവണ്ട, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ളതുള്ളൂ. ചാർജ് എൻക്ലോസ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് നമുക്ക് ഡയറക്റ്റ് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, എ പോയിന്റ് ചാർജ് causes an electric flux minus 2 into 10 raised to 14 Newton meter square per coulomb to pass through a spherical Gaussian surface. Calculate the value of the point charge if the radius of, okay, first നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, പോയിന്റ് ചാർജിന്റെ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്, വാല്യൂ കാണാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഫ്ലക്സ് തന്നിട്ടുണ്ട്. ഫ്ലക്സ് തന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ് ചാർജിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടൂടെ. ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ്, -2 into 10 raised to 14. ഓക്കെ, പിന്നെ എപ്സിലോൺ സീറോയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8.85 into 10 raised to -12. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം, സിമ്പിൾ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ അല്ലെ. phi equal to q divided by epsilon 0 ആണ്. ഇങ്ങനെയാണ് ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും, 5 into epsilon 0 എന്തായിരിക്കും വരിക, -2 into 10 raised to 14 അല്ലെ, ഇൻറ്റു 8. ഓക്കെ, ഫൈനൽ ആൻസർ എന്തായിരിക്കും വരുന്നത്, ഇതായിരിക്കും ഫൈനൽ ആൻസർ വരുന്നത് കേട്ടോ. ഇതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല്, ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഗോഷ്യൻ സർഫേസ് ഈസ് ഡബിൾ how much flux would pass through the surface. നമ്മളെ ഗോഷ്യൻ സർഫേസിന്റെ റേഡിയസ് എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തപ്പോ ഇതായിരുന്നു നമ്മുടെ ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ്. ഇതിന് ചുറ്റും നമ്മളൊരു ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു, ഈ ഗോഷ്യൻ സർഫേസിന്റെ വാല്യൂ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡബിൾ ചെയ്തു. ഇത് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിൽ വല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് നോ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. There is no change in flux because എന്തായിരിക്കും, because പുതിയ പേജിൽ എഴുതാം, there is no change in flux even when radius of Gaussian surface is double. Gaussian surface ന്റെ റേഡിയസ് ഡബിൾ ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഫ്ലക്സിന് വലിയ മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഗോഷ്യൻ സർഫേസിന്റെ ആ ഒരു റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് നമ്മളിപ്പോ നിങ്ങൾ ആലോചിക്കും ഇത് നമ്മൾക്ക് ഇ ഇൻറ്റു ഡി എസ് എടുക്കാലോ, അപ്പൊ ഇതിന് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേന്ന്. ഇനി ഇൻ കേസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തും മാറുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാറുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്മളെ ചാർജിന്റെ അടുത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ല ഈ ചാർജിൽ നിന്നും കുറച്ച് ലൈക്ക് ദൂരേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം ഒരു ചെറിയ സ്ഫിയറിൽ എൻക്ലോസ് ആയിരുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ല കുറച്ച് വലിയ സ്ഫിയറിൽ എന്തായിരിക്കുക, ഇലക്ട്രിക് എൻക്ലോസ് ആയിട്ടുണ്ടായിരിക്കുക. അതിന്റെ റെസ്പെക്ട് ആയിട്ട് എന്തിന്റെ വാല്യൂ മാറും, ഫൈന്റെ വാല്യൂ മാറും ട്ടോ. അപ്പൊ ഫൈ എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫേസിന്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഈ പറഞ്ഞിട്ടുള്ള ഗോഷ്യൻ സർഫേസിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡബിൾ ചെയ്താലും അതിന്റെ ഫൈന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, നേരത്തെ പറഞ്ഞ 2 into 10 raised to 14 തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതന്നെ ആയിരിക്കും ഫൈന്റെ വാല്യൂ വരുക, ഫ്ലക്സിന്റെ വാല്യൂല് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾ എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് ചെയ്ത് നോക്കുക, വാല്യൂസ് കറക്റ്റ് ചെയ്ത് നോക്കുക, ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, ലൈക്ക് ഓരോരോ സ്റ്റെപ്സും നോക്കിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടോ നോക്കട്ടാ. ഇതൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസും ഈ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. Then thank you. See you soon. Bye.